ഒന്ന് അനങ്ങടി, ഒന്ന് അനങ്ങ്. 10 പൈസ ഇവിടുന്ന് ശമ്പളം മേടിക്കുന്നത്. ആണെങ്കിൽ തന്നെ നിൽക്കുന്നത്. നിങ്ങൾക്ക് മാത്രമല്ലല്ലോ എല്ലാ കുഴപ്പങ്ങളും. കൂടെ രാവിലെ ഒരുങ്ങിച്ചെട്ടി വരും. ഇത്ര വലിയ ധൃതി പിടിച്ചുള്ള ഒരുക്കങ്ങളൊക്കെ. എടി, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇല്ല. ഇന്ന് നമ്മുടെ കടയിൽ നിന്ന് ഊണ് കഴിക്കുന്നവർക്ക് ഊണിന്റെ കൂട്ടത്തിൽ പായസം. എന്നാ വിശേഷം? ഇനി നമ്മുടെ മുതലാളിയില്ലേ, മുതലാളിയുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അതുകൊണ്ടല്ലേ പായസം കൊടുക്കുന്നത്. അത് മാത്രമല്ല, പുള്ളിയുടെ ഭാര്യയും മകളും പുള്ളി അറിയാതെ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇവിടെ വെച്ച് ഒരു കേക്ക് മുറിക്കുന്നു. പുള്ളിക്ക് ഒരു സർപ്രൈസ് കൊടുക്കുന്നത്. സാമ്പാറും കൂടെ ആയാൽ ഊട് റെഡി. ഇനി ഞാൻ മഞ്ഞപ്പൊടി ഇങ്ങനെ എടുത്തേ. അയ്യോ, ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി ഉണ്ടായിരുന്നോ? അത് ഞാനെടുത്ത് മുഖത്ത് തേച്ചു. എന്തിനാടി മഞ്ഞപ്പൊടി മാത്രം എടുത്തത്? ഇച്ചിരി മല്ലിപ്പൊടി, ഇച്ചിരി മുളക് എടുത്താൽ തിളച്ച എണ്ണക്കകത്തെടുത്തൊക്കെ ചാടാൻ പറ്റും. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഉണ്ടല്ലോ, ഞാൻ എന്ത് ചെയ്താലും നിങ്ങൾക്ക് അതിനെല്ലാം കുറ്റം പറയാനേ കാണുള്ളൂ. ഞാൻ ഇച്ചിരി സുന്ദരിയായിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് എന്നെ ഇത്ര വലിയ കുഴപ്പം? ഞാനത് ചുമ്മാ തമാശ. വേണ്ട വേണ്ട, എന്നാ പറഞ്ഞാലും നിങ്ങൾക്ക് ഇതേ ഉള്ളു സ്വഭാവം. ചക്കരമുട്ട എന്നേലും പറയുമ്പോൾ ഉടനെ അങ്ങ് പിണങ്ങാതെ. ഇനി അങ്ങനെ പിണങ്ങോ? പിന്നെ പിണങ്ങാൻ വേണ്ടിട്ടാണോ? നമ്മൾ കാര്യം അങ്ങോട്ട് തുറട്ടാ പിണങ്ങല് കേട്ടോ. ഇനി എന്നെ അങ്ങനെയൊന്നും പറയരുത്. ഞാൻ സുന്ദരിയല്ലേ. ഹലോ, രണ്ടുപേരും സൂക്ഷിച്ചു പോണം. അവിടെ ചെക്കിങ് നടക്കുന്നുണ്ട്. ഹെൽമെറ്റില്ലേ പെറ്റി അടിക്കും. എനിക്കറിയാൻ മേലോട്ട്. നീ ഈ കടയിലെ പണിയാറാണോ? നീ എവിടെ പോയിക്കോട്ടെ. ഞാനൊരു സന്തോഷത്തിലാണ് കേട്ടോ. എന്നാ സന്തോഷത്തില്? എന്റെ കല്യാണം ഉറപ്പിച്ചു. അറിഞ്ഞില്ലേ? നിനക്ക് കല്യാണം ഉറപ്പിച്ചെന്നു? ഓരോ നാട്ടിലെ പെണ്ണുങ്ങൾ പോയി പെണ്ണ് കണ്ടില്ലേ? ആ പെണ്ണ് റെഡിയായി. നിന്റെ ഒരു ഭാഗ്യം. കല്യാണം അടുത്ത ചിങ്ങത്തിൽ ഉണ്ടാവുന്നാ പറഞ്ഞത്. ആണല്ലേ? ചേട്ടോ, കഴിച്ചോ? കഴിച്ചത് എന്തൊക്കെയായിരുന്നു? 20 പൊറോട്ട, 20 പൊറോട്ട, 4 ചിക്കൻ ബിരിയാണി, 14 ഇടിയപ്പം, 14 ഇടിയപ്പം, പിന്നെ 4 ചായ, 6 വട. ഒരു കാര്യം പറഞ്ഞാൽ മറ്റൊന്നും തോന്നരുത്. ഈ വയർ കൊണ്ട് എയർപോർട്ടിൽ ചെന്നാൽ സ്വർണ്ണക്കടത്തുകാർ നിന്നെ തൂക്കി എടുക്കുന്നു. 10 കിലോ സ്വർണ്ണം ഇതിനകത്ത് കാണാനും തിരിച്ചറിയത്തില്ല. എന്നാ കിട്ടിയാടാവേ ചേട്ടാ, കൂടുതൽ പറയല്ലോ. ഇടിയപ്പം, ഇടിയപ്പം, 650. ഒരു കാര്യം, ഞാൻ വൈകുന്നേരം ചെയ്യാം. ഞാൻ അപ്പുറത്തെ ജോലിക്ക് നിൽക്കുക. വൈകുന്നേരം പണി കഴിഞ്ഞ് ഞാൻ പൈസ ഇങ്ങോട്ട് കൊണ്ടുവരാം. അതെ, വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ മതി. പൈസ വെച്ചിട്ട് പോടാ. ചേട്ടാ, ഞാൻ വൈകുന്നേരം തരാന്ന്. അണ്ണാ, പോകരുത്. അല്ല ചേട്ടാ, ഞാൻ വൈകുന്നേരം തരാന്ന്. മനക്ക് തിന്നിട്ട് ഇവന്റെ കാശ് തന്നു. ചേട്ടാ, ഇപ്പൊ ഇല്ല. ഞാൻ വൈകുന്നേരം പണി കഴിഞ്ഞിട്ട് അപ്പുറത്തെ പണിന്ന് മുതലാളി വന്നിട്ട് ഞാൻ വൈകുന്നേരം തരാന്ന്. നിന്റെ വൈകുന്നേരം വേണ്ട. നീ പറയുന്നത് മുതലാളി വന്ന് പോയാൽ മതി. മുതലാളിയാണ് ഇപ്പൊ വരും. വരുന്നുണ്ട്. ആഹാരം കഴിച്ചിട്ട് അവന്റെ കാശില്ലെന്നു കണ്ടാലേ ഒരു പാവപ്പെട്ട വീട്ടിലൊരു പയനം തോന്നൂലേ? വിശപ്പുണ്ട് കഴിച്ചായിരിക്കും പൊയ്ക്കോട്ട് പോയി. അതല്ലെന്ന് അങ്ങനല്ലെന്നേ അവനെ പറഞ്ഞു വിടല്ലേ. അവന് കാശ് മേടിക്കും അങ്ങോട്ട്. ഒരു നേരത്തെ ആഹാരം കൊടുത്തെന്ന് പറഞ്ഞ് നമുക്കൊന്നും പറ്റായില്ലല്ലോ. ദൈവം നമുക്ക് കൂടുതൽ തരും. മകളൊരു കാര്യം ചെയ്യും, ഇതുപോലെ തന്നെ തിന്നരുത് കേട്ടോ. ഇതിന് കൂടി എന്തെങ്കിലും മാറ്റി കഴിച്ചിട്ട് പോ കേട്ടോ. സൂക്ഷിച്ചു പോ. വോട്ട് ജീവിച്ചു പൊക്കോട്ട് പണിയാ. രാവിലത്തെ കച്ചവടം എങ്ങനെ ഉണ്ടായിരുന്നു? കച്ചവടം വെച്ചിരുന്ന സാധനം മുഴുവൻ കയറ്റിക്കൊണ്ട് പോയത്. 650 സാധനം മേടിച്ചോണ്ടാ പോയത്. 650? 100 പുറത്തോ? ഇതൊക്കെ ആദ്യം വേണ്ടി പറഞ്ഞുകൂടെ? ഹോട്ടലൊക്കെ മുടിപ്പിക്കൂടാ. എവിടെ സെറ്റപ്പ് ആക്കട്ടെ. ഫോൺ വരുന്നുണ്ട്. ഹലോ, അയ്യോ, എവിടെ ടൗണിൽ വന്നോ? ഞാൻ ഹോട്ടലുണ്ട്. സിംഗം. ശരി, ഇല്ല പോരെ കുഴപ്പമില്ല. ആയിക്കോട്ടെ. ഓ ശരി. ഞാൻ അവിടെ കാണും. ഓ പണ്ടാറ് കിടക്കണം. എനിക്ക് ഇതാകെ ചടങ്ങാകും കേട്ടോ. എന്നെ പറ്റിയ കല്യാണം മുടങ്ങിയല്ലോ. ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണില്ലേ, പെണ്ണിന്റെ അച്ഛനും ആങ്ങളും കൂടി ഇങ്ങോട്ട് വരുന്നു. ബിരിയാണി പോട്ടാ. എന്നെ കൊലക്ക് കൊടുക്കാൻ വേണ്ടി പോകണോ? ഞാൻ എന്നെ അവരോട് പറഞ്ഞെന്നറിയോ? കല്യാണം വീട്ടിൽ ചെന്നിട്ട് ഈ ഹോട്ടലിന്റെ ഓണർ ഞാനാണ് അവിടെ പറഞ്ഞത്. ഇവിടെ വന്ന ഞാൻ ഓർഡർ എന്നറിഞ്ഞ അവസ്ഥയാണ് ചോദിക്കുക.
ഏതും പറയാത്ത കാണ്ടാമൃഗത്തിനോട് എന്നി പറഞ്ഞേച്ചാലും മതി ഓണറാണെന്ന്. അയ്യോ അണ്ണാ എന്നെ സഹായിക്കണോ അങ്ങനെ വേണ്ടി ഞാനായോ ഇല്ല വിട്ടേക്ക് നീ വേറെ വല്ല കാര്യം ഉണ്ടെന്നോ? വേറെ വല്ല മനുഷ്യരാ പിന്നെ കുഴപ്പമില്ല. ഞാൻ മുതലാളി ഒരു കാര്യത്തിലും ഇല്ലോ. നീ ഒന്ന് എനിക്ക് വേറെ ആരുമില്ല. എന്നാ എനിക്ക് കൊണ്ട് തന്നെ പിടിവരാ. ഒന്ന് പറഞ്ഞ് ശരിയാക്കണം. ഇല്ല, എനിക്കറിയത്തില്ല. നിങ്ങൾ വേറെ എന്നാന്ന് വെച്ചാൽ കണ്ടോടെ. ഇത് പറ്റത്തില്ല പറ്റത്തില്ല പറ്റത്തില്ല. ചേട്ടാ ഒരു കല്യാണത്തിന് വേണ്ടിട്ടല്ലേ ഒരു കള്ളം പറഞ്ഞ് അങ്ങ് സമ്മതിക്കേ. ശരി, മുതലാളിയുടെ മുഖത്ത് നോക്കി ഞാൻ എങ്ങനെ പറയുന്നത്? സാരമില്ല, ചേട്ടനെ കുറിച്ച് ഒരു കല്യാണം ഞാൻ ചെന്ന് സംസാരിക്കാം. മുതലാളി വന്നിട്ടുണ്ടോ നോക്കട്ടെ. ഒരു മിനിറ്റ് എന്റെ കൈ കിട്ടുന്നില്ല കേട്ടാ. പൊക്കിക്കോളാം. കുറെ പണിക്കാരന്മാരുണ്ട്. പുള്ളി ഭയങ്കര ചൂടാ. എനിക്ക് പറ്റത്തില്ല. നിങ്ങൾ ചേട്ടാ ഒന്ന് പറ 10 മിനിറ്റത്തേക്ക് 10 മിനിറ്റത്തേക്ക്. എന്നാ ചൂടായതിനകത്ത് ഒരു തരത്തിലും മേല. എന്താ രവി? ഞാനേ ആ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്ന. ശമ്പളം ഇല്ല. 2 മാസം ശമ്പളം നേരത്തെ പറ്റിയില്ലേ? അടുത്ത മാസം ശമ്പളം ഇല്ല. അതാണെങ്കിൽ ചോദിക്കണ്ട. താങ്ക് യു. അയ്യോ അതല്ല, പുതിയ ജുബയാണോ അത്? പുതിയ ജുബ്ബ. രസമുണ്ട് കാണാൻ. അതെ, എന്നാ സംഭവം അറിയോ? ആ ഒരു കല്യാണത്തിന്റെ കേസ് കേട്ട് പറയാൻ നീ വേണ്ടിട്ടായിരുന്നു. ഇവിടെ കളതിന് വീണ്ടും കെട്ടാൻ പോണം. മഹാഭാവിയാണ് കളതി. അയ്യോ അതല്ല സാറേ, അതല്ല വിഷയം. അതല്ല പിന്നെ സംഭവം എന്നാന്ന് വെച്ചാൽ ഇവനൊരു പെണ്ണ് കണ്ട്. നല്ല കാര്യമല്ലേ? അതങ്ങ് ഉറച്ച് ഒരുപാട് സന്തോഷം. നമ്മുടെ കടയിലെ സ്റ്റാഫിന് കല്യാണം ആയെന്ന് പറഞ്ഞാൽ നമുക്കല്ലേ സന്തോഷം. അപ്പൊ എന്റെ വക 800 ഊണ്. എങ്ങനെയുണ്ട് മുതലാളി? സന്തോഷം, വളരെ സന്തോഷം. ഞാൻ പറഞ്ഞില്ലേ നല്ല മലയാളിയാണ്, സമ്മതിക്കും. അതിൽ ഞാൻ കഴിക്കുന്ന ഊണിന്റെ പൈസ വേണ്ട. ബാക്കി 799 ഊണിന്റെ പൈസ നീ തരണം. ഇതിപ്പോ ചെറിയൊരു പ്രശ്നം. എന്തോ പ്രശ്നം? അതായത് ഈ പെണ്ണിന്റെ അച്ഛനും ആങ്ങളെയും കൂടെ ഇവിടെ ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങാണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. വരട്ടെ അപ്പൊ അവര് കടയിലോട്ട് വരുന്നുണ്ട്. വരട്ടെ, കച്ചവടം നടക്കുമല്ലോ. അപ്പൊ വേറൊരു പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാ ഈ കടയുടെ മുതലാളി ഇവനാന്നാ പറഞ്ഞേക്കുന്നത്. എന്റെ അച്ഛൻ അപ്പൂപ്പന്മാരായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഹോട്ടലാണ് ഈ ഹോട്ടല്. നിന്റെ ഹോട്ടലാണെന്ന് പറയാം. നിനക്ക് എങ്ങനെ പറ്റിയടാ? നീ അവനോട് ചേരുകയാണെങ്കിൽ നിന്നെ ഞാൻ ഈ ഹോട്ടലിൽ പറഞ്ഞു കൊടുക്കും. മനസ്സിലായോ? മുതലാളി അതിന്റെ സംഭവം അറിയോ? ഒരു പാവം പിടിച്ചവനല്ലേ, അവരൊരു കല്യാണം നടക്കുവാണെങ്കിൽ നടന്നു ഞാൻ പോകാൻ സമ്മതിക്കത്തില്ല. എന്ന് പറയാനാ മുതലാളി അപ്പൊ ഒരു കല്യാണത്തിന്റെ കാര്യത്തിലല്ലേ ചെറിയൊരു കള്ളം പറഞ്ഞ അങ്ങ് ക്ഷമിക്കേ. ഒന്നും പറയണ ഞാൻ സമ്മതിക്കത്തില്ല. നാളെ കരമരി ആറ്റിക്കൂടി ചീഞ്ഞ ഒരു ശവ ഒഴുകും. അത് ഇതൊക്കെ സമ്മതിക്കാം. അല്ലെങ്കിൽ അവൻ വല്ല മുതലാളിയുടെ പേരെഴുതി വെച്ച് അവൻ ആറ്റിച്ചാടി ചത്താൽ നാളെ മുതലാളി അകത്ത് പോവും. പിന്നെ ആയിക്കോട്ടെ. എന്നാൽ ഞാൻ സമ്മതിക്കത്തില്ല. സമ്മതിക്കത്തില്ലേ? ഇല്ല, സമ്മതിക്കത്തില്ല. സമ്മതിക്കത്തില്ല. ഉറപ്പാ? വേണ്ട. ഈ നിൽക്കുന്ന ചേച്ചീനെ അറിയോ? എവിടെ കണ്ട നല്ല പരിചയമുണ്ട്. ഈ പുള്ളിയുടെ കൂടെ നിൽക്കുന്ന ചേട്ടനെ അറിയോ? ഇവിടെ കണ്ടോ അല്ലേ? ചോദിച്ചിട്ട് നോക്കി. ഞാനല്ലേ ഇത്? ആണോ? 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 സരോജിനി. സരോജിനി. അപ്പുറത്തെ തയ്ക്കാൻ വരുന്ന സരോജിനി ചേച്ചി. എങ്ങനെ കിട്ടിയത്? ഈ സാധനം ഞാൻ ഇവന് കൊടുത്ത് ഇവൻ ഇതെങ്ങാനും നിങ്ങളുടെ ഭാര്യയ്ക്ക് അയച്ചു കൊടുത്തുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് ചോദിക്കാൻ. എന്റെ കുടുംബം തകരും. ആണോ? അവന്റെ കുടുംബം ഒന്ന് ഉയരാൻ വേണ്ടിട്ട് അവൻ ഈ കിടന്ന് ചോദിക്കുന്നത്. ചതിക്കരുത്. അതെന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും. 1/2 മണിക്കൂറത്തെ കാര്യമല്ലേ ഉള്ളു. അവരിങ്ങോട്ട് വന്നൊന്ന് കണ്ടിട്ട് അങ്ങ് പൊക്കോട്ടെ. ഞാനാണ് എന്റെ മുതലാളി. പിന്നെ ഞാൻ സമ്മതിക്കും. സരോജിനി ചേച്ചി സമ്മതിച്ചു. പക്ഷെ മണിയാ 1/2 മണിക്കൂർ അരമണിക്കൂറിനകത്ത് അവരെ പറഞ്ഞു വിട്ടോണം. അത്ര കാര്യമുള്ളൂ. പക്ഷെ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല. അവര് വരാൻ വേണ്ടി സമയമായി. ഇവനാണല്ലോ 1/2 മണിക്കൂറത്തേക്ക് മുതലാളി. ഈ കോലത്ത് നിന്ന് ഇവനേതാ മുതലാളി എന്ന് വല്ലവരും പറയുമോ? അതുകൊണ്ട് മുതലാളി ഈ ഉടുപ്പും ഇവനൊന്ന് കൊടുക്കണം. ഇത് കൊടുക്കാൻ ഞാൻ കൊടുക്കത്തില്ല. അങ്ങനെ പറഞ്ഞു കൊടുക്കണം. ഞാൻ കൊടുക്കത്തില്ല. ചേച്ചി ഇന്നലെ ഊരി താറാവ് കോപ്പിട്ട പോലെ ഉണ്ട്. കണ്ടു കഴിഞ്ഞാൽ മുതലാളി മണിയനാണെന്ന് പറയത്തുള്ളൂ. അപ്പൊ അവര് വരാൻ സമയം നീ അങ്ങോട്ട് പൊക്കോ. താൻ എന്നാ മുഴുകാൻ നിൽക്കുള്ളൂ. ആ കറി അങ്ങോട്ട് ഇളക്കണോ? അങ്ങോട്ട് ഞാൻ ഹോട്ടലിലെ മുതലാളിയല്ലേ? സരോജിനി ചേച്ചി. എടാ ഹോട്ടലിന്റെ പേരെന്തുവാണ് പറഞ്ഞത്? സിംഹം. ഇതല്ലേണോ? ഇവിടെ പറഞ്ഞു വെച്ച് നോക്കിയപ്പോ സെറ്റപ്പ് ഒക്കെ കൊള്ളാക്കട്ടെ. മോനെ മണിയാ, മരുമോനെ മണിയാ, ഇവിടെ ഇല്ലേ? അച്ഛനെപ്പോ ഒന്ന് വരും അച്ഛാ. എന്നെ അനുഗ്രഹിക്കുക അച്ഛാ. ഇതാടാ വിനയം. നന്നായി വരും, നന്നായി വരും. എനിക്ക് കാലൊന്നും മാറ്റാമോ? എന്തിനാ ചവിട്ടി പിടിച്ചിരിക്കുക?
അയ്യോ അപ്പൊ ഇതാണ് ഹോട്ടല്. ഇതാണ് ഹോട്ടൽ. അയ്യോ നീ പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടാ. ചെറിയ സെറ്റപ്പ്. പിന്നെ വേറൊരു കാര്യം. എന്താ? കച്ചവടമൊക്കെ എങ്ങനെയാ? ആ തട്ടിമുട്ടിയൊക്കെ പോന്നു. ഒരു 1.5-2 ലക്ഷം രൂപയുടെ കച്ചവടമൊക്കെ ചുമ്മാ അല്ലേ ഇവിടുത്തെ ജോലിക്കാർക്ക് എങ്ങനെ ആത്മാർത്ഥം ഉള്ളവരാണ്? ആത്മാർത്ഥല്ലേ, ഞാനിങ്ങനെ പിടിച്ചു പിടിയാൻ നിൽക്കുന്നതുകൊണ്ട് വലിയ ശല്യമില്ലാതെ തട്ടിമുട്ടി പോകണം. അത് വേണ്ടല്ല, പറ്റില്ല പറ്റില്ല. വിളിക്ക് ഞാനിത് കൊറേ കണ്ടതാ. അല്ല അച്ഛനൂടെ പറ്റില്ല. എനിക്ക് പറ്റല്ല. ഇവിടുത്തെ ജോലിക്കാരെ വിളിക്കാൻ ഇനി എനിക്കാണ് അവകാശപ്പെട്ട കടയല്ലേ. വിളിക്ക് അങ്ങനെ വിട്ടാ കൊള്ളൂലല്ലേ. പിന്നെ ഞങ്ങൾ പോയിട്ട് ഇപ്പൊ വരാവേ. പറഞ്ഞായിരുന്നു ഇവൻ പറഞ്ഞായിരുന്നു എല്ലാ കാര്യങ്ങളും പറഞ്ഞായിരുന്നു. ഞാൻ മുതലാളി, മണിയൻ മുതലാളി. മുതലാളി പറഞ്ഞായിരുന്നു അമ്മാവനൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. സൂപ്പിച്ച മതി. ഇങ്ങോട്ട് മാറിയിരിക്കും. ഇതാരടാ? ഇത് ഇവിടുത്തെ കുക്ക്. കൊക്കല്ല കൊക്ക പാചകക്കാരൻ. അപ്പൊ വേവിക്കാനൊക്കെ അറിയാവോ? പിന്നെ ഞാൻ വർഷങ്ങളായിട്ട് ഇവിടുത്തെ പാചകക്കാരനല്ലേ. എന്റെ ചെറുക്കന്റെ കടയുടെ തൊലക്കരുത്. ഇല്ലില്ല. അല്ലെങ്കിൽ ഞാൻ വേവിക്കാൻ പഠിപ്പിക്കാം. ഞാൻ ഉണ്ടാക്കിയ ബിരിയാണി കഴിച്ചിട്ടുണ്ടോ? ഇല്ല. ഇപ്പൊ സെറ്റ് ചെയ്തേ. കഴിച്ചു നോക്കിട്ടേ പോകുന്നുള്ളൂ. പാഴ്സൽ വേണം, പാഴ്സൽ. ഇത് ഇദ്ദേഹത്തിന്റെ ഭാര്യ. പറഞ്ഞാലേ ഒരു കാര്യം പറയാം. ഈ തലമുടിയൊക്കെ വാരി കെട്ടി നിൽക്കണം. ആഹാരം കൊടുക്കുമ്പോ അതിന് മുടിവല്ലോ കിടന്നുണ്ടല്ലേ ഒറ്റണത്തിന് വിളിച്ച് നിർത്തല്ലോ. എല്ലാத்தைയും പറഞ്ഞു. ശരി, ഞങ്ങൾ എന്നാ കൂടെ നിൽക്കട്ടെ. ആയിക്കോട്ടെ. അതാണ് അവിടെ കിടന്ന പതുങ്ങി കളിക്കുന്ന ഇടവഴി. തോന്നിയതായിരിക്കും ചിലപ്പോ. നിന്നെ പെണ്ണ് കാണാൻ വന്നേക്കോ. ഇങ്ങോട്ട് വന്നോളാം. അല്ല, തോന്നിയതായിരിക്കും. അതാരടാ അത്? ആഹാ. മലയാളി അവര് വിളിക്കുന്നു. എന്താണ് അച്ഛൻ വിളിച്ചത്? എനിക്ക് വരാൻ മുതലാളി മണിയൻ. ഇവിടുത്തെ സപ്ലയറാ. സപ്ലയറാ? എടാ ഇവനെ കണ്ടിട്ടൊരു കള്ള ലക്ഷണം ഉണ്ടല്ലോ. സത്യം തോന്നിയോ? അച്ഛന് തോന്നിയോ? ഭയങ്കര കള്ളനാ. പിന്നെ ഞാൻ പിടിച്ചുപിടിയാൽ ഇങ്ങനെ കർക്കശക്കാരനാണ്. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊന്ന് പോവാണ്. എടാ ഞാനൊരു കാര്യം പറയാം മക്കളെ. എന്താ? താക്കോലൊക്കെ സൂക്ഷിച്ചോളണം. അപ്പൊ ഇയാള് യവനെ പോലുള്ള സപ്ലയർമാരാണ് ഓരോന്ന് അടിച്ചോണ്ട് പോണത്. അവസാനം നിനക്ക് ഇന്റെ കടവറ അടിച്ചോണ്ട് പൊക്കളയും. അതുകൊണ്ട് സൂക്ഷിച്ചോളണം. അറിവിന് നന്ദി അച്ഛാ. എല്ലാം പറയും പൊളിക്കും ഞാൻ. എല്ലാം പറഞ്ഞ പൊളിക്കും ഞാൻ. മറ്റേ പഞ്ചാര ബിരിയാണി മാത്രം പോലെ ചായ വേണം. അതെന്തോന്ന് പഞ്ചാര? പഞ്ചാര ചക്കരം കട്ടിനോട് ചായ എടുത്തോടാ. ചായ എടുത്തോണ്ട് വേണം. അച്ഛന് ബിരിയാണി ആവശ്യം പോലെ ഞാൻ തരും. മക്കളെ സന്തോഷമായടാ. എനിക്ക് ഉയിര് പേടിയായിരുന്നു. അല്ല അമ്മയും കൂടെ കൊണ്ടുവരും. അല്ല അമ്മ ഇനി കൊണ്ടുവരാൻ കൂടെ പെണ്ണിനെ കൂടെ അയ്യേ, എന്തുവാണ് ഇതെന്തത്? കൈ കാണിച്ചേ. നഖം വെട്ടാതെ വൃത്തികെട്ട. അയ്യേ, ഇങ്ങനെയാണ് ചായ. ഇവനെ പോലുള്ളവനെ ഇവിടെ നിർത്താൻ പാടില്ല. നമ്മളെ മേടിക്കാൻ മാത്രം എല്ലാവരും. മക്കളെ മണിയോ എന്റെ പൊന്നു ഇതൊന്നും വേണ്ടാന്ന്. എനിക്ക് നാണക്കേട് ഈ വയസ്സാം കാലത്ത്. എന്ത് നാണക്കേട്? ഈ വയസ്സാം കാലത്ത് എന്താ ഒരു പ്രശ്നവുമില്ല. അമ്മ നടന്ന് അച്ഛന് സർപ്രൈസ് കൊടുക്കാനുള്ളതാ. ഇരിക്കി. എന്താ കേക്കൊക്കെ ആയിട്ട് വല്ല വിശേഷം വല്ലതും? ഇന്ന് എന്റെ അച്ഛന്റെ അമ്മേന്റെ വെഡിങ് ആനിവേഴ്സറിയാ. അച്ഛൻ അറിയാണ്ട് ഇവിടുന്ന് കേക്ക് കട്ട് ചെയ്ത് അച്ഛനൊരു സർപ്രൈസ് കൊടുക്കണം. മക്കളെ നോക്കണേ, ഇവിടെ ഇങ്ങനത്തെ ഫാമിലിയൊക്കെ വരും. അപ്പൊ നമുക്ക് അച്ഛൻ വരുമല്ലേ? അല്ല, മോളുടെ അച്ഛൻ ഇവിടെ തന്നെ ഉണ്ട്. മണിയാ കസ്റ്റമർ വന്ന് നിൽക്കുന്നു. മണിയാ മക്കളെ കസ്റ്റമർ വന്ന് നിൽക്കുന്നു. എന്തുവാണ്? അച്ഛനെ കാണിക്കാൻ ഞാനൊരു മാജിക് കാണിക്കുവായിരുന്നു. താങ്ക് യു. മലയാളി അണ്ണ മുതലാളിയുടെ ഭാര്യ മോളും വന്നിരിക്കുന്നു. അവരോട് വന്നിരിക്കുക. എന്റെ ദൈവമേ ഗുരുവായി എങ്ങനെ അവർ ഞാനും ചെല്ലുന്നത്? ഇതടാ ഞാൻ അങ്ങോട്ടൊന്ന് പോകും. മലയാളി രക്ഷിക്കുമല്ലോ. പെട്ടെന്ന് ഇത് മുതലായി മുതലാളി പെട്ടെന്ന് കണ്ടിക്ക് അങ്ങോട്ട് ചെന്ന് വേറെ വിഷയങ്ങൾ ഉണ്ടാവുമല്ലോ. അയ്യോ
ചായ തട്ടിക്കളാം. സോറി കേട്ടാ. അയ്യോ ആകെ വൃത്തിയേടായല്ലോ. കുഴപ്പമില്ല, ഇപ്പൊ ക്ലീൻ ചെയ്ത് തരാം. എന്നെ പറ്റി എന്നാ അയ്യോ, അയ്യോ, ഇത് കണ്ടോ? നീ പാചകക്കാരനല്ലേ? നീ നിന്റെ ജോലി സപ്ലൈ വിളി. അത് കുഴപ്പമില്ല, ഞാൻ തന്നെ ചെയ്തു. വേണ്ട വേണ്ട, സപ്ലൈനെ വിളി. അത് ഞാനിങ്ങനെ തുടങ്ങിയത്. സപ്ലൈനെ വിളി. അങ്ങനെ ഓരോരുത്തരും അങ്ങനെ അവിടെ മൊത്തം കുളമായിട്ടിരിക്കുവാന്ന് അങ്ങോട്ട് ചെയ്തെങ്കിൽ രണ്ടിനെ പൊക്കുവന്ന്. ഞാൻ പോവാം. അച്ഛാ, സാരമില്ല, ഞാൻ തുറക്കാം. നീയാണോ തുറക്കുന്നത്? സപ്ലയർ. സപ്ലൈർ എവിടെയാണ്? സാരമില്ല, ഞാൻ തുറക്കാം. വേണ്ട വേണ്ട, എടാ കൂലി കാലിൽ നിർത്തിയേക്കല്ലേ, ഇങ്ങോട്ട് വീടാ. വേണ്ട, അത് ശരിയാകുമല്ലോ. ഈ സപ്ലയറെ ഇങ്ങോട്ട് വന്നാ വിളിച്ചാ വലിയ പാടില്ല. അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കാതെ. നിങ്ങൾക്ക് എന്തൊക്കെയാ കാണിക്കുന്നേ? എന്തോ എന്താ മനുഷ്യ, എന്താ ഇതൊക്കെ? തുടച്ചിട്ട് സംസാരിക്കാം. അച്ഛാ, എന്ത് വേഷമാണിത്? അപ്പൊ ഈ സപ്ലൈർ നിങ്ങൾക്ക് അറിയാവൂ? സപ്ലയറോ? ഇതെന്റെ ഭർത്താവ്, ഈ ഹോട്ടലിന്റെ ഉടമ. അപ്പൊ ഇത് സപ്ലയർ മണിയൻ. ഞാനാ എടാ പരമദ്രോഹി. അപ്പൊ നീ എന്റെ വീട്ടിൽ പെണ്ണുകാണാൻ വന്നപ്പോ എന്തോടാ പറഞ്ഞത്? നിന്റെ ഹോട്ടലാണെന്നല്ലേ? സോറി, എനിക്ക് ഒരു അബദ്ധം പറ്റിപ്പോയി. ഇനി എന്റെ വീടിന്റെ പരിസരത്ത് കണ്ടുപോകുന്നില്ല. നിനക്ക് പെണ്ണുമില്ല, പിടക്കോഴിയില്ല. വൃത്തികെട്ടവൻ. അവിടെ വെക്കണേ. അങ്ങനെ എന്റെ കല്യാണം മുടങ്ങി. മുതലാളി, എന്റെ കല്യാണം മുടങ്ങിയ സ്ഥിതിക്ക് ഈ വെഡിങ് ആനിവേഴ്സറി കേക്ക് മുറിച്ച് അങ്ങ് ആഘോഷിച്ചാലോ?